മലയാളത്തിലെ പ്രശസ്ത നടിക്ക് 100 കോടി രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതും ഇസ്ലാം മതത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 100 കോടി രൂപ ഈ പ്രശസ്ത നടിക്ക് കൊടുക്കും. അപ്പോൾ ഇത് കൊടുക്കുന്നത് ആരാണെന്നും ഇത് വാങ്ങിക്കുന്നത് ആരാണെന്നുള്ളതും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണ്ടേ? തീർച്ചയായിട്ടും അതറിയണം. അതറിയണമെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞവനെ കൊണ്ട് അത് പറയിപ്പിക്കണം. കേരളത്തിൽ വെറുക്കപ്പെടുന്ന ഒരു സെപ്റ്റിക് മാലിന്യ ടാങ്കാണല്ലോ ഈ ചലോ എന്ന് പറയുന്ന ഈ സാധനം. ഇതിനകത്ത് സാധാരണ ചാണകത്തിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന ചില വേട്ടാവളിയന്മാരാണ് നമ്മൾ കാണാറുള്ളത്. ഇസ്ലാമിനെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയാൻ വേണ്ടി സംഘപരിവാർ ഊട്ടി വളർത്തുന്ന ഒരു വൃത്തികെട്ട ചെറ്റയുണ്ട്, ജോസഫ് ആരിഫ്. ഇപ്പം മലയാളത്തിലെ പ്രശസ്ത സംവിധായകനായിട്ടുള്ള ഈ ചാണക ഓളിയാണ് ഈ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കൊണയടിച്ചത്. അതായത് മലയാളത്തിലെ ഇപ്പം കല്യാണമൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരു പ്രശസ്ത നടിക്ക് 100 കോടി രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. 100 കോടിയൊക്കെ, അതായത് ഈ ഒരു നടി ഇസ്ലാമിലേക്ക് വന്നത് എന്ത് നേട്ടമാണ് ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഏത് നടിയാ ഇനിയിപ്പോൾ ഒരു 1000 പേര് ഈ മതത്തിനകത്തോട്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ല നടക്കാനുണ്ടോ? വല്ല നേട്ടം ഉണ്ടാകാനുണ്ടോ? ഒരു പുല്ലുമില്ല. ഇങ്ങനെ ഈ ചാനലിനകത്ത് വന്നിട്ടുണ്ട് അപരമത വിദ്വേഷം പറയുന്ന ഇവനെപ്പോലുള്ള പുഴുത്ത ജന്മങ്ങള്. ഈ ചാണകം തലയ്ക്കകത്ത് കയറി ഫിലമെന്റ് അടിച്ചു പോയിട്ടുള്ള ഈ വേട്ടാവളിയന്മാർക്കൊന്നും ഇങ്ങനല്ല മറുപടി കൊടുക്കേണ്ടത്. വേറെ നല്ല കടുത്ത ഭാഷയിൽ വേണം മറുപടി കൊടുക്കാൻ. നമ്മുടെ കേരള സർക്കാർ എന്തിനിരിക്കുകയാണ്? ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നടത്തിയിട്ട് ഇത് ഈ പറയിപ്പിക്കണ്ടേ? ആരാണ് ഇത് ചെയ്തത്? അല്ലെങ്കിൽ ആരാണ് ഇത് കൊടുക്കാന്ന് പറഞ്ഞത്? ഇവനെ കൊണ്ട് പറയിപ്പിക്കണം. കേരള സർക്കാർ അത് പറയിപ്പിക്കണം. കേരളത്തിൽ അടച്ചുപൂട്ടേണ്ട നമ്പർ 1 സെപ്റ്റിക് മാലിന്യ ടാങ്കാണ് ഈ ചലോ എന്ന് പറയുന്ന ഈ ഒരു ഊള ചാനൽ. ഇതിനകത്ത് വന്നിരുന്നുണ്ട് ഒരു മതത്തെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പലരും ഇപ്പൊ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഉമ്മ വന്നിട്ട് കാടടക്കി അങ്ങ് വെടിവെച്ചിട്ട് അങ്ങ് പോയാൽ പോരാ. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ പറഞ്ഞവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. പിന്നെ കമല സുരയ്യ പ്രലോഭനങ്ങളിൽ പെട്ടിട്ടാണ് കോടികൾ കൈപ്പറ്റിയിട്ടാണ് ഇസ്ലാം മതത്തിലേക്ക് വന്നത്. അവസാനം മരിക്കുന്ന സമയത്ത് അവർക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു. ആ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നൊക്കെ പല പുസ്തകങ്ങളിലും എഴുതി വെച്ചു. ഇങ്ങനെ പച്ച നുണ പറയുന്ന ഈ പേപ്പട്ടിയുടെ ജന്മത്തിൽ ഉണ്ടായിട്ടുള്ള ഇവനെ കുരയ്ക്കുന്ന ഇവനെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹമേ നിങ്ങൾ വേണം ഇതിനൊക്കെ നേരിടാൻ. എന്തായാലും നമുക്ക് അവൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമ്മുടെ അൻസാരി ഉസ്താദ് ഇതിനൊരു മറുപടിയും കൊടുക്കുന്നുണ്ട്, കാണാം. ഇത്തരത്തിലൊരു പ്രണയക്കെണിയിൽ അകപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടിയെ വിവാഹം ചെയ്ത സംഭവമുണ്ടായി. ഇപ്പോൾ നോക്കൂ, കേരള പോലീസ് മധ്യപ്രദേശ് പോലീസുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് പറയുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്, 16 വയസ്സാണ് വിവാഹം കഴിക്കുമ്പോഴുള്ള പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കുറ്റകരമായ മൗനം ഈ സമൂഹത്തിൽ നിന്നും, കേരള സമൂഹത്തിൽ മാത്രമാണ് അത്തരത്തിലൊരു മൗനം നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പ്രകടമാകുകയാണ്. എന്താണ് ഈ ഉറങ്ങിക്കിടക്കുന്ന സമൂഹത്തെ വിളിച്ചുണർത്താനുള്ള ഒരു വഴി? നമ്മൾ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ള സി ഹാഷിം പറഞ്ഞു, ശ്രീമതി മാധവിക്കുട്ടി അവരുടെ മതത്തിലേക്ക് വന്നുകൊണ്ട് എന്താണ് നേട്ടമെന്ന്. ശ്രീമതി മാധവിക്കുട്ടി എന്ന് പറയുന്ന ലോക പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ്. അവരെ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയാണ് അവരെ മതം മാറ്റിയത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ട്രാപ്പാണത്. ഞാൻ പറഞ്ഞത് ലവ് അല്ല, ലവ് ജിഹാദ് അല്ല, ട്രാപ്പ് ജിഹാദ് എന്ന് പറഞ്ഞത്. ആ ട്രാപ്പിൽ പെടുത്തി അവരെ അവരുടെ സ്വധർമ്മത്തിൽ നിന്ന് മാറ്റി മാധവിക്കുട്ടി എന്നുള്ള പേര് മാറ്റി കമലയ സുരയ്യ എന്നുള്ള പേര് നൽകി. ഒടുവിൽ അവർ തന്നെ അവരുടെ മരണത്തിന് മുമ്പ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് അതിനെ അവർ പല ആൾക്കാരോടും പറയും, അവരെഴുതുകയും ചെയ്തു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അവരെ ചതിച്ചതാണ്. അതുപോലെ ചതിയുടെ കഥകൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ കഥയാണ് നമ്മൾ കഴിഞ്ഞ കുംഭമേള സമയത്ത്, പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള സമയത്ത് നമ്മുടെ ഇവിടുത്തെ എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും എല്ലാ ഓൺലൈൻ മീഡിയകളും വളരെ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ച ഒരു പെൺകുട്ടിയാണ്. അവിടെ ഈ രുദ്രാക്ഷം വിൽക്കാനും മാല വിൽക്കാനും വന്ന ഒരു മധ്യപ്രദേശുകാരിയായ ഒരു പെൺകുട്ടി. ആ കുട്ടിയെ, കാരണം കുംഭമേളയുടെ മറ്റൊരു കാര്യങ്ങളും പറയാൻ ഇവിടുത്തെ ചാനലുകൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ കഴിയാത്തതുകൊണ്ട് ഒരു പ്രത്യേക കാര്യത്തെ എടുത്ത് ആ കുംഭമേളയെ പറ്റി പറയും വേണം, പക്ഷേ കുംഭമേളയുടെ മഹത്വം പറയാനും പാടില്ല എന്ന് പറഞ്ഞ് ഓവർ പബ്ലിസിറ്റി കൊടുത്തു. അപ്പോൾ ആ കുട്ടിയെ ട്രാപ്പ് ചെയ്ത്, പ്രായപൂർത്തിയാകാത്ത, അത് ഒരു ട്രൈബലായിട്ടുള്ള കുട്ടിയെ, അങ്ങനൊരു കുട്ടിയെ ട്രാപ്പ് ചെയ്ത് അതിനെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ കൃത്യമായ രീതിയിൽ അജണ്ട സെറ്റ് ചെയ്തിട്ട് വിവാഹം നടത്തി. ഒരു ക്ഷേത്രത്തിൽ വിവാഹം നടത്തുമ്പോൾ അവിടെ ഹിന്ദു മതത്തിൽപ്പെട്ട പല ജാതിയിൽപ്പെട്ടവർക്കും വിവാഹം കഴിക്കാം, പക്ഷേ ഒരു മിശ്ര വിവാഹം ക്ഷേത്രത്തിൽ നടത്താൻ പാടില്ല. അത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടത്തേണ്ടതാണ്. അതിന് നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നോട്ടീസ് ഇട്ട് ആ നോട്ടീസ് കാലാവധി കഴിഞ്ഞ് നടത്തേണ്ടതാണ്. അതെല്ലാം കൂട്ടുപിടിച്ചത് ഇവിടെ എന്ത് പറഞ്ഞാലും ചാടി ഇറങ്ങുന്ന ചില CPM നേതാക്കൾ. അപ്പോൾ അത് ഇപ്പം വലിയൊരു ഇഷ്യൂ ആയി മാറി. മധ്യപ്രദേശിൽ നിന്ന് അന്വേഷണ സംഘം കേരളത്തിൽ വന്നപ്പോൾ ആ പോലീസുകാർക്ക് യാതൊരുവിധ സഹായവും കേരള പോലീസ് ചെയ്തു കൊടുത്തില്ല. കേരളത്തിലുള്ള ഈ പറഞ്ഞ വ്യക്തിയെയും ഈ പെൺകുട്ടിയെയും ഒന്ന് കാണാൻ പോലും മധ്യപ്രദേശ് പോലീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആ കുട്ടി ഗർഭിണിയാണെന്ന് പറയുന്നു. അപ്പോൾ അത് അടുത്ത ട്രാപ്പാണ്. ആ ട്രാപ്പ് ഗർഭിണിയാക്കി. അപ്പോൾ ഇനിയും ആ കുട്ടി അവരിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ
ട്രാപ്പുകളാണ്. അതുപോലെ ഇവിടെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു നായിക നടി, ആ നായിക നടിക്ക് 100 കോടി രൂപ ഓഫർ ചെയ്തെന്ന് പറയുന്നത്. അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ, അവർക്കിപ്പോൾ കുടുംബമില്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്, അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ 100 കോടി രൂപ അവർക്ക് ഓഫർ കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് വളരെ വലിയ രീതിയിൽ നടക്കുന്നു. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നല്ലവരായ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ചീത്തയാക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണിത്. ഇവർ മനസ്സിലാക്കുന്നില്ല. ഇതുകൊണ്ട് ഒരു 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 വലിയ സമുദായം, ഒരു വലിയ ഒരു സമാജം ഇതിൽ മോശക്കാരായി മാറുന്നു. അവർക്ക് നാളെ ജോലി കിട്ടാതെ വരുന്ന അവസ്ഥ വരും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ ഹോട്ടലുകളിലും മറ്റാൾക്കാർ കയറാതെ വരും. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ വിഷുക്കാലത്ത് ഇന്ന് മലയാള സിനിമയിലെ ഒരു പ്രശസ്തയായ ഒരു നായിക നടി അവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, എൻ്റെ ഉണ്ണിക്കണ്ണന് വെണ്ണയാണ് ഇഷ്ടം. അതിനെതിരെ അവരെ തെറി പിടിച്ചുകൊണ്ട് എത്രയോ ആൾക്കാർ ആ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു അബദ്ധത്തിലാക്ക് പറ്റിയതല്ലേ, നമ്മൾ മതസൗഹാർദ്ദം പാലിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കമൻറ്റുകൾ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്കാണ് പറ്റിയെങ്കിൽ അത് അബദ്ധം എന്ന് പറയാം. ഇത് ഒരേ ദിവസം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇതുപോലെ രീതിയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു പ്രത്യേക അജണ്ട സെറ്റ് ചെയ്തിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു സംഭവമാണ്. ഈ ഊളയുടെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം ഇവനെപ്പോലുള്ള സമൂഹത്തിൽ ഒരു ഗുണവും ഇല്ലാത്ത ഇവർക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത്? എന്തായാലും നമുക്ക് നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്, അത് കേൾക്കാതെ പോരുത്, കേട്ടോ. കുറേ നാളുകളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് എൻ്റെ പ്രേക്ഷകരായ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന്. ഇൻഷാ അല്ലാഹ് 1 ലക്ഷം രൂപ സമ്മാനം നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. വീഡിയോ ഷെയർ ചെയ്യലോ ലൈക്ക് അടിക്കലോ കമൻ്റൊന്നുമല്ല. ഈ കാണുന്ന പോസ്റ്റർ ഉണ്ടോ, മലയാളത്തിൽ ഒരു പ്രശസ്ത നടി ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവർക്ക് ഓഫർ വന്നത് 100 കോടി രൂപയാണ്. 50,000 1 ലക്ഷമോ 50 ലക്ഷമോ ഒന്നുമല്ല, 100 കോടി രൂപ ഓഫർ വന്നു. ഏതാണ് ആ നടി എന്ന് പറഞ്ഞതാണ്, വെറുതെ പറയരുത്. തെളിവടക്കം തരണം. അവർക്കൊന്ന് ഓഫർ മെസ്സേജ് ആണോ, അവർക്കല്ല മെയിൽ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു തെളിവ്. മാധവിക്കുട്ടിയുടെ പേരും പറഞ്ഞ് വരേണ്ട KP അഹമ്മദ് ഒറ്റക്കാലെ കുത്തി മേലോട്ട് ചാടിയിട്ട് സമതാനിയുടെ പേരും പറഞ്ഞ് വന്നിരുന്നു. അപ്പോൾ കാരശ്ശേരി മാഷ്, മാധവിക്കുട്ടി ജീവിച്ചിരുന്ന കാലത്ത് മാധവിക്കുട്ടിയോട് വളരെയധികം ബന്ധമുള്ളായിരുന്നു കാരശ്ശേരി മാഷ് തന്നെ പറഞ്ഞു, അവരങ്ങനെ പൈസ കൊടുത്താലൊന്നും വീടുന്ന സ്ത്രീയല്ല. അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചത് ദുഃഖം, സങ്കടം, വ്യസനമായി പോയെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞതിൻ്റെ ഒരു തെളിവ് കാണിക്കാവോ? ഈ വാക്ക് സാമർത്ഥ്യമുള്ള കുറേ ആളുകൾ അവരുടെ മരണാനന്തരം ഇനി അവരൊന്നും പറയത്തില്ലല്ലോ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ഇസ്ലാം വേണ്ടായിരുന്നു, ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞു എന്ന് വ്യാജം പറയുന്നല്ലാതെ എന്തെങ്കിലും ഒരു തെളിവ് മാന്യമായിട്ട് ചോദിക്കാൻ തന്നാൽ ആ തെളിവ് എൻ്റെ മെസ്സഞ്ചറിലേക്ക് അയക്കുക, നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും കൂടെ അയക്കുക. 1 ലക്ഷം രൂപ ഇൻഷാ അല്ലാഹ് നിങ്ങളാക്കും. ഇതിനകത്ത് 24 മണിക്കൂർ 48 മണിക്കൂറൊന്നുമില്ല. ഖിയാമത്ത് ലോകാന്ത്യം, ലോകത്തിൻ്റെ അവസാനത്തിന് മുമ്പ് എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇതിന് സാധ്യമായാൽ നിങ്ങൾ അയക്കുക. ഇൻഷാ അല്ലാഹ് സമ്മാനത്തുക ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അയക്കും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മരണാനന്തരം വേണ്ടപ്പെട്ട ആളുകളോട് ഞാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട്, ആ പൈസ കൊടുത്തേക്കണം. ഏതെങ്കിലും ഒരുത്തൻ അതിന് സന്നദ്ധമാണ് എങ്കിൽ ആ തെളിവായി ചേരുക. അപ്പൊ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ ചലം ചാനലിലെ വേട്ടാവളിയന്മാരെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് വെറുതെ തരും. കൂട്ടത്തിൽ ഒരു 50,000 രൂപ എൻ്റെ വകയും കൂടി ഇരുന്നുണ്ട്. മാധവിക്കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് വന്നതിൽ കുറ്റബോധം ഉണ്ടെന്നുള്ളത് തെളിയിക്കുക. രണ്ടാമത്തത്, മലയാളത്തിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രശസ്ത നടി 100 കോടി രൂപ ഓഫർ കൊടുത്ത ആ വേട്ടാവളിയൻ ആരാണെന്നും പിടിക്ക് ഏത് നടീനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തതെന്നും തെളിവ് സഹിതം ഈ പറയുന്ന ഈ മരക്കഴുത അല്ലെങ്കിൽ ഈ ഇവനെ ഞാൻ വേറെ എന്തെങ്കിലും ഭാഷ പറഞ്ഞു പോകും, ഇതുപോലെ വന്നിട്ട് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ഈ അപരമത വിദ്വേഷം പുലർത്തുന്ന ഇവനെപ്പോലുള്ള ഊളകളെ കൊണ്ടല്ലേ തൂക്കിയെടുത്ത് അകത്തിടാൻ നട്ടലുള്ള ഒരുത്തനും നമ്മുടെ കേരളത്തിലില്ലേ? അല്ല, അതിന് പറ്റിയ സർക്കാരൊന്നുമല്ല. ഇനി വരാൻ പോകുന്ന ഒരു സർക്കാർ ആരായിക്കോട്ടെ, ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ, ആരാണെങ്കിലും ഇതുപോലെ തെണ്ടിത്തരവും തെമ്മാടിത്തരവും വിളിച്ച് പറയുന്നവനെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടണം. ഇതുപോലത്തെ മുളഞ്ഞ ചാനലും അടച്ചുപൂട്ടി സീല് വെക്കണം. അതാണ് ചെയ്യേണ്ടത്. എങ്കിലേ നമ്മുടെ കേരളത്തിലെ സമൂഹം നന്നാകത്തുള്ളൂ. ഇവനെ പോലുള്ളവനൊക്കെ ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ് ഇവനെല്ലാം. സത്യം പറയാമല്ലോ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, നമ്മളത് ചിരിച്ചു തള്ളേണ്ട ഒരു വിഷയമല്ല. ഇത് ഗൗരവമായിട്ട് എടുക്കണം. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആ 100 കോടി കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞ ആ സാധനം ഭൂമിയിലെ ഏറ്റവും വലിയ മണ്ടിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ആ 100 കോടി മേടിക്കണ്ടായിരുന്നോ? മേടിച്ചിട്ട് ഈ പറഞ്ഞ കണക്ക് വന്നിട്ടൊരു വിവാദം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നല്ലേ. എന്തായാലും കാണാം. ഓക്കെ.